ബി.ജെ.പിക്ക് ഈ വർഷം സംഭാവനയായി ലഭിച്ചത് 2224 കോടി രൂപ. കോൺഗ്രസിനേക്കാൾ കൂടുതൽ ബി.ആർ.എസിന്. 2023-24 വർഷത്തിൽ വ്യക്തികളിൽ നിന്നും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിൽ നിന്നും ട്രസ്റ്റുകളിൽ നിന്നുമായി ബി.ജെ.പിക്ക് ലഭിച്ച സംഭാവനയിൽ 3 ഇരട്ടി വർധനവ്. 2023-24 വർഷത്തിൽ ബി.ജെ.പിക്ക് സംഭാവനയായി ലഭിച്ചത് 2244 കോടി രൂപയാണ്. 2022-2013 കണക്കുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 3 ഇരട്ടി വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കോൺഗ്രസിന് 288.9 കോടി രൂപയാണ് ലഭിച്ചത്. കഴിഞ്ഞ വർഷം ഇത് 79.9 കോടിയായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കിലാണ് ഇക്കാര്യം വ്യക്തമാവുന്നത്. ഫണ്ടിന്റെ കാര്യത്തിൽ കോൺഗ്രസിനെ മറികടന്ന് കെ ചന്ദ്രശേഖർ റാവുവിന്റെ ബി.ആർ.എസ് ആണ് രണ്ടാമത്. ബി.ആർ.എസിന് 580 കോടി രൂപ ലഭിച്ചു. ബി.ജെ.പിക്ക് ലഭിച്ച വിഹിതം കോൺഗ്രസിനേക്കാൾ 776.82% അധികമാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ കണക്കനുസരിച്ച് കോൺഗ്രസിനും ബി.ജെ.പിക്കും കൂടുതൽ സംഭാവന നൽകിയത് പ്രുഡന്റ് ഇലക്ട്രൽ ട്രസ്റ്റാണ്. ഇവർ ബി.ജെ.പിക്ക് 723 കോടി രൂപയും കോൺഗ്രസിന് 156 കോടി രൂപയുമാണ് സംഭാവനയായി നൽകിയത്. 2023-24 ബി.ജെ.പിയുടെ 1/3 സംഭാവനകളും കോൺഗ്രസിന്റെ പകുതിയിലധികം സംഭാവനകളും പ്രൂഡന്റ് ഇലക്ട്രൽ ട്രസ്റ്റിൽ നിന്നാണ്. 2022-23 വർഷത്തിൽ മെഗാ എഞ്ചിനീയറിംഗ് ആൻഡ് ഇൻഫ്രാ ലിമിറ്റഡ്, സെറം ഇൻസ്റ്റിറ്റ്യൂട്ട്, ആർസിലർ മെറ്റൽ ഗ്രൂപ്പ് ആൻഡ് ഭാരതി എയർടെൽ എന്നിവയായിരുന്നു പ്രൂഡന്റിലെ പ്രധാന ദാതാവ്. ബി.ജെ.പിക്കും കോൺഗ്രസിനും ലഭിച്ച മൊത്തം സംഭാവനകളിലും ഇലക്ട്രൽ ബോണ്ടുകൾ വഴിയുള്ള രസീത് ഉൾപ്പെടുന്നില്ല. ഇവ രാഷ്ട്രീയ പാർട്ടികളുടെ വാർഷിക ഓഡിറ്റ് റിപ്പോർട്ടിൽ മാത്രമേ കാണിക്കുകയുള്ളൂ. എ.ഐ.പിക്ക് ഈ വർഷം സംഭാവനയായി ലഭിച്ചത് 11.1 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ആം ആദ്മിക്ക് 37.1 കോടി രൂപയായിരുന്നു ലഭിച്ചിരുന്നത്. മുൻവർഷം CPM-ന് ലഭിച്ചത് 6.1 കോടി രൂപയായിരുന്നുവെങ്കിൽ ഇത്തവണ 7.6 കോടിയായി ഉയർന്നു. രാഷ്ട്രീയ പാർട്ടിക്ക് സംഭാവന നൽകുന്ന ഇലക്ട്രൽ ബോണ്ട് പദ്ധതി ഈ വർഷം ഫെബ്രുവരിയിൽ സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിച്ച സംഭാവനകൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രഖ്യാപിക്കുന്നത്. ഇലക്ട്രൽ ബോണ്ട് ഭരണഘടനാ വിരുദ്ധമാണെന്ന് പറഞ്ഞ സുപ്രീം കോടതി രാഷ്ട്രീയ പാർട്ടികൾക്ക് ലഭിക്കുന്ന സംഭാവനകളെക്കുറിച്ച് അറിയാനുള്ള അവകാശം ജനങ്ങളുടെ ഭരണഘടനാപരമായ അവകാശമാണെന്ന് വ്യക്തമാക്കി.